ഹലോ ഗൈസ്, അങ്ങനെ എൻ്റെ മാൾട്ടയിലെ ആദ്യത്തെ ഒഫീഷ്യൽ വ്ലോഗാണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്തു ഒരു സ്ഥലത്ത് പോകാനായിട്ട്. ആക്ച്വലി ഇന്നലെ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടതാണ്. അപ്പോൾ വേറൊന്നുമല്ല, ഞങ്ങൾ ഇപ്പം ഇവിടെ വന്നിട്ട് ഒരു മാസമായല്ലോ. അപ്പം ഞങ്ങളുടെ കൂടെ ഉള്ള ഒരു ചേച്ചി വർക്ക് ചെയ്യുന്ന പ്ലേസിൽ ചേച്ചിക്ക് ഒരു സർപ്രൈസ് കൊടുത്തേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ആ സ്ഥലത്തേക്ക് പോവാട്ടോ. അപ്പം ബസ്സിൽ എനിക്ക് ഫ്രണ്ട് സീറ്റ് കിട്ടിയപ്പം ആ ഒരു വ്യൂ അങ്ങനെ എടുത്തന്നേ ഉള്ളൂ കേട്ടോ. അവിടുത്തെ ബസ് ട്രാവലിങ്ങിൻ്റെ കാര്യം ഒന്നും പറയണ്ട, വേറെ ലെവലാണ്. ഇവിടുത്തെ ഡ്രൈവിംഗ് സ്കിൽസും അതേപോലെ തന്നെ ഇവിടുത്തെ റോഡിലൂടെ അവരൊത്തിരി കെയർഫുള്ളായിട്ടായിട്ട് ഓടിക്കുന്നത്. അങ്ങനെ സഡൻ ബ്രേക്കോ അല്ലെങ്കിൽ ജേർക്കിങ്ങോ അതൊന്നുമില്ല കേട്ടോ. ഇനി ഇപ്പോൾ ബ്രേക്ക് വന്നാലും അത് ആൾക്കാരെന്തെങ്കിലും അശ്രദ്ധ കാണിക്കുകയോ ക്രോസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഇത് കാണിക്കുമ്പോൾ മാത്രം ഉണ്ടാവുന്നല്ലാണ്ട് ഭയങ്കര സ്ലോ ആൻഡ് ഭയങ്കര റെസ്പോൺസിബിളായിട്ടാണ് ഇവിടെ വണ്ടി ഓടിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഇതൊരു കുന്നിൻ്റെ മുകളിലായിട്ട് കേട്ടോ. റബാത്ത് എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. അപ്പം ഇവിടെ ഞങ്ങൾ ചേച്ചീനെ വിളിക്കാൻ പോകണമല്ലോ. അപ്പം അതുവരെ ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചു. ചേച്ചിക്ക് എന്തായാലും 7:15 വരെ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഇവിടെ ടൈം നാട്ടിൽ നിന്നും 1 മണിക്കൂർ പിന്നെയും കുറഞ്ഞതുകൊണ്ട് ഇവിടെ ഇപ്പം സൂര്യൻ അസ്തമിക്കുന്നത് ഒരു 7 മണി 7:30 ഒക്കെ കഴിഞ്ഞാൽ. അപ്പോൾ അതുവരെ ഞങ്ങൾ പോയൊരു സ്ഥലമാണിത്. എംദീന എന്ന് പറയും, ഒരു മ്യൂസിയമാണ്. മ്യൂസിയം പ്ലസ് ചേർച്ച്. അപ്പം ഒന്നല്ല കേട്ടോ, ഇതിനകത്ത് കുറേ ചേർച്ച് ഞങ്ങൾ കണ്ടു. എൻ്റെ ദൈവമേ, ഞാൻ എൻ്റെ സ്വപ്നത്തിൽ കണ്ടിട്ടുള്ള ഇടനാഴികളാണ് ഇങ്ങനത്തേത് കേട്ടോ. ഞാൻ എപ്പോഴും ആലോചിക്കാൻ ഇങ്ങനെ ഒരു സ്ഥലത്ത് പോകാൻ പറ്റുമായിരുന്നെങ്കിൽ. എന്തോ ദൈവം തമ്പുരാൻ്റെയൊക്കെ ഒരു കരുണ കൊണ്ട് ഇങ്ങനൊരു സ്ഥലത്തെത്തി. അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് മൊത്തം അടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. അയ്യോ, കഴിഞ്ഞ ക്ലിപ്പിലേ ഒരു സെൽഫി എടുത്തുകൊണ്ടിരുന്ന അത് അനുചേച്ചി കേട്ടോ. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് പോയത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുറച്ച് ഏറെ നടന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ ലാസ്റ്റ് എവിടെ എത്തുന്നതെന്ന് ഒരു പിടിയില്ല. എന്നാൽ പിന്നെ നടന്നേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് ഞങ്ങളിങ്ങനെ സ്ഥലമൊക്കെ ഇങ്ങനെ കണ്ട് ഇതിനകത്ത് കുറേ റെസ്റ്റോറൻറ്റ്സും കാര്യങ്ങളുണ്ട്. ഇതാണ് ഞങ്ങളെത്തിയ ആ ലാസ്റ്റ് പോയിൻറ്റ്. അവിടെ നിന്നൊരു വ്യൂ നോക്കണേ, എൻ്റെ ദൈവമേ, അങ്ങ് ദൂരെയുള്ള കടൽ വരെ കാണാം. അത്ര ഭംഗി. മേഘങ്ങളൊക്കെ കണ്ടോ? എന്തോ ഒരു എന്താ പറയുക, നമ്മുടെ മനസ്സിനെ ഭയങ്കരമായിട്ടൊന്ന് സന്തോഷിപ്പിക്കുന്ന രീതിയിലാട്ടോ ഇവിടുത്തെ കാഴ്ചകൾ. ആരെ പറഞ്ഞ മാൾട്ട ബോറിംഗ് ആണെന്ന്. അങ്ങനെ